ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പീറ്റർ പാർക്ക് സ്പൈഡർമാൻ ദ ബ്രാൻഡ് ന്യൂ ഡേ റിവ്യൂ അല്ല, ഒരാസ്വാദനം, ചെറിയൊരു എളിയവൻ്റെ ആസ്വാദനക്കുറിവാണ്. പണ്ട് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നു, ഇപ്പം ഞാനത് ആസ്വാദനം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നു, നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. എൻ്റെ അന്യ എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണ് ബ്രാൻഡ് ന്യൂ ഡേ. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് എ ഹ്യൂജ് ഫിലിം. ഒരു ആക്ഷൻ പാക്ഡ് നോവേ ഹോം പോലെയോ അങ്ങനെ ഉള്ളൊരു ആക്ഷൻ ഫിലിം അല്ല. ആക്ഷന് കൂടുതൽ പ്രാധാന്യം, ആക്ഷനേക്കാളും ഇതിനകത്ത് ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സ്പൈഡർമാൻ്റെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ ഒരു ഇമോഷണൽ സൈഡ് കുറച്ച്, പ്രത്യേകിച്ച് നമ്മൾ നോവേ ഹോമിൽ എൻഡിൽ കാണിക്കുന്ന ഒരു എല്ലാം കൂടെ എല്ലാവരും മറന്നു MJയുടെ മുന്നിൽ വന്നിട്ട് പീറ്റർ പാർക്ക് എന്ന് പറയുമ്പം ആരാണെന്ന് ചോദിക്കുന്ന ഒരു നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെ നമ്മളെ തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരവസ്ഥ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആ ഇമോഷൻസിനെയും അതൊക്കെ നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളൊരു വലിയൊരു ആക്ഷൻ പാക്ക് വൺ എൻഡിങ് പ്രതീക്ഷിക്കുമ്പം ക്ലൈമാക്സൊക്കെ അങ്ങനെ ഒരു ആക്ഷനും ഇതൊക്കെയാണ് പ്രതീക്ഷിക്കുക. അതൊന്നും പ്രതീക്ഷിച്ച് പടം കാണാൻ പോകരുത്. എല്ലാവരും പടം കാണാൻ പോകും. ഒരു സ്പൈഡർമാൻ ഫാനിന് എന്തായാലും തിയേറ്ററിൽ വാച്ചാണ്. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പീക്ക് പടമാണ്. ഏത് രീതിയിൽ ഏത് സൈഡ് എടുത്ത് നോക്കിയാലും, സ്ക്രിപ്റ്റ് ഇറ്റ്സ് നോട്ട് ഓവർ ആവറേജ്, നോട്ട് എബോ ആവറേജ്, അതിനും കുറച്ചുകൂടി മുകളിലാണ്. പക്ഷേ നല്ല വൻ സംഭവമല്ല. എന്നാലും ഇറ്റ്സ് എ നൈസ് ഫിലിം, നൈസ് സ്ക്രിപ്റ്റ് ആൻഡ് പെർഫോമൻസ് ഓക്കെ. ടോം ഹോളണ്ട് സ്പൈഡർമാൻ, ഹോം കമ്മിങ്, പിന്നെ ഫാർ ഫ്രം ഹോം, അങ്ങനെ ഒരു സീരീസിൽ എടുത്ത് നോക്കുന്നത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ഇപ്പോഴാണ് കറക്റ്റ് സ്പൈഡർമാൻ ആയത്. നേരത്തെയൊക്കെ ഒരു വെബ് വരുന്നത് ഒരു ഓർഗാനിക്കല്ലല്ലോ. ഇതിനകത്ത് ഇറ്റ്സ് എ സ്പോയിലർ, ഞാൻ പറയുന്നു, ഇത് സ്പോയിലറാണ്. ഇതൊരു ഓർഗാനിക് സ്പൈഡർമാനിലേക്ക് ഷിഫ്റ്റ് ആവുന്നുണ്ട്, ഒരു സ്പൈഡർമാൻ ആവുന്നുണ്ട്. പിന്നെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു എവിടെയെങ്കിലും ഒരു സീനിലെങ്കിലും മൾട്ടിവേഴ്സ് വരുമെന്ന്. നമ്മൾ ആൻഡ്രൂ ഗാരിഫീൽഡും ടോബി മാഗ്യു, നമ്മുടെയൊക്കെ എല്ലാവരുടെയും സ്പൈഡർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് അയാളുടെ മുഖമാണ്. പക്ഷെ അങ്ങനെ വന്നില്ലെങ്കിൽ, പക്ഷെ അതിലെ സിനിമകളിലേക്ക് ഓർമ്മിപ്പിക്കുന്ന കുറേ സീക്വൻസുകൾ ഈ സിനിമയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊരു മിസ് ചെയ്യുകയും ചെയ്തില്ല. പിന്നെ ഫസ്റ്റ് രാവിലത്തെ റിവ്യൂസൊക്കെ കണ്ടപ്പോഴേ മനസ്സിലായി, ഉറപ്പിച്ചു ഞാൻ അതില്ലെന്ന്. അതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രതീക്ഷയോട് തന്നെ, ആ പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെയാണ് കയറിയത്. പ്രതീക്ഷയുടെ അമിതഭാരമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. നൈസ് എൻഡിങ് ആണ് ഇതിനകത്ത്. നമ്മൾ മറ്റ് ഹോളിവുഡ് സിനിമകളെ പോലെ വലിയ എൻഡ് ക്രെഡിറ്റ് സീനൊക്കെ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ ലാസ്റ്റ് വരുന്നു കഴിഞ്ഞാൽ ഭയങ്കര നിരാശയായിരിക്കും ഫലം. ലാസ്റ്റ് എൻഡ് ക്രെഡിറ്റ്സ്, പോസ്റ്റ് ക്രെഡിറ്റ്സിൻ്റെ അതൊന്നും ഇല്ല. അതൊരു ഇൻഫർമേഷനാണ്. ജസ്റ്റ് വലുതായിട്ട് ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു കാര്യം കാണിക്കും, നിർത്തും, പിന്നെ റൈറ്റപ്സ് വരും, അത് കഴിഞ്ഞാൽ തീരും. ഞാൻ ആ റൈറ്റപ്സ് ഫുള്ളിങ്ങനെ കാണുമ്പോൾ പ്രതീക്ഷിച്ചത് അടുത്ത പോസ്റ്റ് ക്രെഡിറ്റ് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് ബൈ എന്ന് പറഞ്ഞോണ്ടോ തിയേറ്റർ വിടാൻ പറഞ്ഞതാ, സ്ക്രീൻ ഓഫ് ആക്കി. ഇനി ഭയങ്കര വിഷമം തോന്നിപ്പോയൊരു സംഭവമാണത്. പിന്നെ ഇൻ്റർവെല്ല് തന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നല്ലൊരു സീൻ, അറ്റ് ദ പീക്ക് മൊമെൻറ്റ് സാധനം നിൽക്കുമ്പം ഹൾക്ക് ടോമോ, ഞാൻ ഹൾക്കിൻ്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല എങ്കിലും ഈ സിനിമയിൽ അത് കൊണ്ടുവന്ന പോർഷൻ അവിടെ കൊണ്ടുവന്നിട്ട് അതൊരു നല്ലൊരു ഫയർ സീക്വൻസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് കൊണ്ടുവന്ന് അതിൻ്റെ ആസ്വാദനം നമ്മളെ
അങ്ങനൊരു അവസ്ഥയായി പോയി. എനിക്ക് ദേഷ്യം വന്നു പോയി ഞാൻ അവിടെ നിന്ന്. പിന്നെ നൈസാണ് ഇമോഷണലി, ഏറ്റവും കൂടുതൽ ഇമോഷണലി നമ്മുടെ ഇമോഷൻസിനെ ഹുക്ക് ചെയ്ത് ഇമോഷണൽ കണക്ഷൻസ് ഭയങ്കര ആയിട്ട് വരുന്നുണ്ട്. പിന്നെ മ്യൂസിക്കൊക്കെ നല്ല രസമാണ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ്. പിന്നെ എല്ലാവരും ആക്ടിങ്. ടോം ഹോളണ്ട് ഇപ്പം കറക്റ്റ് സ്പൈഡർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂറായിട്ടുണ്ട് ടോം ഹോളണ്ട് ക്യാരക്ടർ. സ്പൈഡർമാൻ ക്യാരക്ടർ മെച്യൂറായ ഒരു സ്പൈഡർമാൻ ആയതിപ്പോഴാണ്. ഇതുവരെ മുമ്പ് വരെയൊക്കെ ഒരു കുട്ടിക്കളിയായിരുന്നു എന്നും എനിക്ക് തോന്നുന്നത്. എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കണ്ടത്. പക്ഷെ ഇതിലങ്ങനല്ല. പിന്നെ പവർ പാക്ഡ് ആയിട്ടുള്ള സീൻസ് കൊണ്ട് ഗൂസ് ബംപ്സ് തരുന്ന വൺ സംഭവം തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. രോമാഞ്ചം തരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രസമാണ് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ നൈസാണ്. അത് ഇമോഷണലി ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെടും. നൈസ് എൻഡിങ് ആണത്. വൻ സംഭവമാണ്. മിസ്സാക്കരുത്. നിങ്ങളൊരു സ്പൈഡർമാൻ ഫാനാണെങ്കിൽ എന്തായാലും പോയി, സൂപ്പർ ഹീറോ ഫാനുകളിൽ സ്പൈഡർമാനിന് ഹാർഡ് കോർ ഫാനാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത്. നല്ല അസല തിയേറ്ററിൽ പോയി കാണുക. 3D ഇംഗ്ലീഷ് സബ്ടൈറ്റിലുണ്ട് ഇംഗ്ലീഷിന്. പിന്നെ മലയാളം ഉണ്ട്. കുറച്ച് നമ്മുടെ നാട്ടിൽ വളരെ കുറച്ച് തിയേറ്ററുകളിലെ മലയാളം ഡബ്ഡ് വേർഷൻ ഇറങ്ങിയിട്ടുള്ളു. ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്, അതിൻ്റെ ഡബ്ബിങ് എങ്ങനെയുണ്ടെന്ന്. ഇനിയിപ്പം ഈ വർഷം ഞാൻ കാണുന്ന രണ്ടാമത്തെ സിനിമയാണ്. 2 സിനിമകൾ ആകെ ഞാൻ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ ആദ്യ പകുതിയിൽ 2 മാസം കസറ്റ് സിനിമ കണ്ട 2 മാസം ഞാൻ വീട്ടിൽ കിടക്കുകയായിരുന്നു. ആക്സിഡൻറ്റ് പറ്റി. ഇപ്പം ദ ബെസ്റ്റ് സിനിമ, വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്, സിനിമാറ്റിക് എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് ഈ മാസം അവസാനം ജൂലൈ 13 കിട്ടി. മൈ സിനിമാസ് RP മാളിൽ വെച്ചാണ് ഞാൻ കണ്ടത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറ. ബ്രാൻഡ് ന്യൂ ഡേ.